അമ്മേ പുറത്തൊന്ന് പോകാനുണ്ട്. കുറച്ച് സാധനങ്ങൾ വാങ്ങണം. പിന്നെ വീട്ടിലെ കറണ്ട് ബില്ല് അടയ്ക്കണം. അതിനൊക്കെ വേണ്ട പൈസ അമ്മ ജിതിയോട് വാങ്ങി തന്നോളൂ. ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം. ജിതി, ഒന്നിങ്ങ് വന്നേ. എന്താ അമ്മേ? രാജേഷ് പൈസ അയച്ചത് ബാക്കിയില്ലേ? അതിന് ഇവക്ക് കുറച്ച് പൈസ കൊടുക്കണം. എത്രയാ വേണ്ട നിനക്ക്? 4000. കേട്ടില്ലേ? ആ പൈസ അങ്ങ് കൊടുത്തേരെ. അമ്മ, ഇനി അധികം ഒന്നും കയ്യിലില്ല. ഈ മാസത്തെ കാര്യങ്ങൾ ഓടിക്കാനുള്ള പൈസ മാത്രമേ കയ്യിലുള്ളൂ. അത് കൊള്ളാലോ. മാസം മാസം 60,000 രൂപ വാങ്ങുന്നവന് ഞങ്ങൾക്കൊരു 4000 രൂപ കൊടുക്കാനില്ലേ? നിന്റെ കയ്യിൽ ഉണ്ടെങ്കിലും ശരി, ഇല്ലെങ്കിലും ശരി, ആ പൈസ അവൾക്ക് കൊടുത്തേക്കണം. ഓ, കാശ് ചോദിച്ചത് അമ്പരാട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഹലോ ജിതി. ഹലോ രമ്യ, നിന്റെ സ്വരത്തിന് എന്താ ഒരു മാറ്റം? ഈ വീട്ടിലെ ഓരോരോ കാര്യങ്ങൾ ഓർത്തതാ. എന്ത് കാര്യങ്ങള്? ഓ, എന്നാ പറയാനാ. പെങ്ങളെ കെട്ടിച്ചു വിട്ടതാണ്. എന്നാലും പെങ്ങളും കുട്ടി ഏത് നേരം ഇവിടെ തന്നെയാണ്. അവള് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് മാറി വേറെ വീടൊക്കെ വെച്ചതാണ്. എന്നാലും അവളുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത് ആങ്ങളയുടെ ഡ്യൂട്ടിയാണ്. അവളുടെ കെട്ടിയാണ് ഗൾഫില്. രാജേഷന്റെക്കാളും കൂടുതൽ ശമ്പളമുണ്ട്. ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന രാജേഷേട്ടനാണ്. അവളെ കെട്ടിച്ചു വിട്ടതിന്റെ ലോണ്, വീട് വെച്ച ലോണ്, ഇതെല്ലാം കൂടെ നല്ലൊരു സംഖ്യ എല്ലാ മാസവും ആവുന്നുണ്ട്. ഇതിനും പുറമെയാണ് പെങ്ങളുടെ അധിക ചെലവുകൾ. ആർഭാടപൂർവ്വം ജീവിക്കാൻ അവർക്ക് താല്പര്യം. ഇടയ്ക്കിടയ്ക്ക് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കണം. പുതിയ മോഡൽ ഡ്രസ്സ് വിപണിയിൽ വന്നിട്ടുണ്ടെങ്കിൽ രശ്മിക്കും മക്കൾക്കും അത് വാങ്ങണം. ഇതിനെല്ലാം അമ്മ പൈസ ചോദിക്കുന്നത് എന്നോടാണ്. ഇനി ഞാൻ പണം കൊടുത്തില്ലെങ്കിൽ അതിന്റെ പേരിലായിരിക്കും വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവുക. എല്ലാവർക്കും വീതം വെച്ച് കഴിയുമ്പോൾ പിന്നെ വീട്ടു ചിലവിനൊന്നും ഉണ്ടാവില്ല. അത് പറഞ്ഞാൽ ഇവിടെ ആർക്കും മനസ്സിലാവുകയില്ല. വീട്ടിൽ പാകം ചെയ്യുന്ന ഭക്ഷണം രശ്മിക്കും മക്കൾക്കും ഇഷ്ടമുള്ളതായിരിക്കണം. എൻ്റെ ഇഷ്ടത്തിന് ഭക്ഷണം പാകം ചെയ്തിട്ടോ കഴിച്ചിട്ടോ എത്ര കാലമായി എന്നറിയോ? ഞങ്ങളുടെ മക്കൾക്ക് പോലും ഇഷ്ടമുള്ള ഒരു ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. നിനക്കിതൊക്കെ രാജേഷേട്ടനോട് തുറന്നു പറഞ്ഞൂടെ? ഞാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാകണ്ടെന്ന് കരുതിയാണ് ഞാനൊന്നും പറയാത്തത്. നീ തുറന്നു പറ, അതാ നല്ലത്. തുറന്നു പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. ആ മനുഷ്യൻ അമ്മയും പെങ്ങളും പറയുന്നത് മാത്രമേ കേൾക്കുകയുള്ളൂ. നീ അതൊന്നും നോക്കണ്ട, നീ കാര്യങ്ങൾ തുറന്നു പറ. അപ്പൊ എന്തായാലും രാജേഷേട്ടനോട് എല്ലാം തുറന്നു പറയാം. ഹലോ ഏട്ടാ. ഹലോ. ഇങ്ങനെ പോയാൽ ശരിയാവില്ല. 1 രൂപ പോലും നമ്മുടെ കയ്യിൽ നീക്കിയിരിപ്പില്ലെന്ന് ഏട്ടന് അറിയാലോ. അതിൻ്റെ കൂടെ വീട്ടിലും കൂടെ നിയന്ത്രിക്കാനാവാതെ വന്നാൽ എങ്ങനെയാണ്? നീ എന്ത് കാര്യം ഈ പറഞ്ഞു വരുന്നേ? ഞാനിത് പറയുമ്പോൾ കുശുമ്പ് കൊണ്ട് പറയുന്നതെന്ന് ഏട്ടൻ വിചാരിക്കരുത്. ഏട്ടൻ്റെ പെങ്ങളും കുട്ടിയും ഇവിടെ തന്നെയാണല്ലോ നിൽക്കുന്നത്. 1 രൂപ പോലും ചെലവിന് തരുന്നില്ല. അത് പോരാഞ്ഞിട്ട് അവരുടെ വീട്ടിലെ ആവശ്യങ്ങളും കൂടെ നമ്മൾ നടത്തി കൊടുക്കണം എന്ന് പറയുന്നത് എവിടുത്തെ മര്യാദയാണ്? അവളുടെ കെട്ടിയവന് ഏട്ടനെക്കാളും കൂടുതൽ ശമ്പളമില്ലേ? അതൊക്കെ നാണമില്ലേ? ഭാര്യയും കുട്ടിയെ ഭാര്യ വീട്ടിൽ കൊണ്ട് നിർത്തി അവരുടെ ചെലവിൽ ജീവിക്കാൻ. നീ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ ഇതിന്റെ പോക്ക് എങ്ങോട്ടാന്ന് ഞാൻ ഊഹിച്ചതാണ്. എൻ്റെ പെങ്ങളും മോളുമാണ്. അവരെ ആയുസുള്ളിടത്തോളം കാലം നോക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. നീ വെറുതെ അതിനിടയ്ക്ക് ഇടങ്ങോലിടാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് അവരോടുള്ള സ്നേഹവും ആത്മാർത്ഥതയും അവർക്ക് തിരിച്ചു ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കരുത്. അവർക്ക് പണത്തോട് മാത്രമാണ് സ്നേഹം. അതൊരിക്കൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓ പിന്നെ, നീ പറയുന്ന പോലെയാ. ഹലോ അമ്മേ, നമ്മുടെ വീട്ടിലെ ചെലവൊക്കെ ഒന്ന് നിയന്ത്രിക്കണം. എൻ്റെ ശമ്പളം കുറഞ്ഞിരിക്കുകയാണ്. വീട്ടിലെ ചെലവിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ രേഷ്മയോട് കൂടെ പറ. ഇത്രയും കാലം അവരുടെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണല്ലോ നോക്കിയത്. ഇതിപ്പോൾ ലോൺ അടിച്ചിട്ട് വീട്ടിലെ ചെലവിനായിട്ട് എടുക്കാൻ പൈസയൊന്നും മിച്ചം കിട്ടുന്നില്ല. ഞാൻ അവളോട് പറയാം. എടി രേഷ്മേ, രാജേഷിന് വലിയ വരുമാനമൊന്നുമില്ല ഇപ്പോൾ. അപ്പോൾ ലോൺ അടിച്ചിട്ട് പിന്നെ അവന് വേറെ ഒന്നിനും തികയുന്നില്ല. വീട്ടു ചെലവിന് നീയും എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് അവൻ പറയുന്നുണ്ട്. എൻ്റെ ഭർത്താവ് ജോലി ചെയ്യുന്ന കാശ് ഇവിടെ കൊണ്ട് തരാനാണെങ്കിൽ പിന്നെ ഞാൻ അവിടെ തന്നെ നിന്നാൽ പോരെ? ഏട്ടന് ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എന്ന് വെച്ച് ഈ വീട്ടിലെ ചെലവും കൂടെ ഞാൻ നോക്കണം എന്ന് പറയുന്നത് എന്ത് മര്യാദയാണ്? ഞങ്ങൾ ഇന്ന് തന്നെ തിരിച്ചു പോവുക. മോനെ, നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമല്ല. രേഷ്മയ്ക്ക് അവളുടെ കാര്യം മാത്രമേ ഉള്ളൂ. എന്നാലും അവൾ അങ്ങനെ പറഞ്ഞല്ലോ അമ്മേ. ജിതി അന്നേ എന്നോട് പറഞ്ഞ അവൾക്ക് പണത്തോട് മാത്രമേ സ്നേഹമുള്ളെന്ന്. പക്ഷെ ഞാൻ അതൊന്നും വിശ്വസിച്ചില്ല.